പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിൻ വിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരം. ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരം ചമയ പ്രദർശനം. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് ആക്ഷേപം. കർശന സുരക്ഷയിൽ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നടന്നു. ജില്ലയിൽ പരീക്ഷ നടന്നത് 20ഓളം കേന്ദ്രങ്ങളിൽ. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം. ദേശീയപാതയിൽ 2.5 കിലോമീറ്റർ ഗതാഗത കുരുക്ക്. കണ്ണടച്ച് ദേശീയപാത അധികൃതർ. വാർത്തകൾ വിശദമായി. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ വിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവുമാണ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. ഡൈനയിൽ തുടങ്ങിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഓലപ്പടക്കമാലയിലേക്ക് പടർന്ന് ശബ്ദതാളത്തിന് ഉച്ചസ്ഥായി പകർന്നുകൊണ്ട് ഗുണ്ടുകളും അമിട്ടുകളും കുഴിമിന്നലുകളും മാനത്ത് പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളുമായി 7 മിനിറ്റ് പൂരനഗരിയെ ആവേശത്തിമിർപ്പിലാക്കി. മാനത്ത് തിരുവമ്പാടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കാണികൾ ആരവത്തോടെ എതിരേറ്റു. ഒന്നര പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കിയത്. പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിന് 8:32 തിരികൊളുത്തിയത്. 4 മിനിറ്റ് മാനത്ത് വിസ്ഫോടനങ്ങൾ തീർത്ത് പാറമേക്കാവും കാണികളെ ആവേശത്തിൽ ആറാടിച്ചു. തുടർന്ന് ഇരുവിഭാഗത്തിൻ്റെയും അമിട്ടുകൾ മാനത്ത് ദൃശ്യവിസ്മയം തീർത്തു. പതിവിനങ്ങളും സ്പെഷ്യൽ ഇനങ്ങളും കാണികളിൽ ആവേശം നിറച്ചു. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ് പാറമേക്കാവിനായി വെടിക്കെട്ടൊരുക്കിയത്. മഴമേഘങ്ങളില്ലാത്ത മാനത്ത് മാരുവിൽ വർണ്ണങ്ങളായും ഇടിമിന്നൽ ഘോഷമായും സാമ്പിൾ പെയ്തിറങ്ങിയത് ആരവങ്ങളോടെയാണ് 10,000കണക്കിന് കാണികൾ എതിരേറ്റത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കം കാണാൻ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കി പോലീസ്. മുൻ തവണകളേതുപോലെ കടുത്ത നിയന്ത്രണമില്ലാതെ ജനസൗഹാർദ്ദപരമായിരുന്നു പോലീസിന്റെ സമീപനം. വൈകിട്ട് 6 വരെ വെടിക്കെട്ടൊരുക്കം കാണാൻ പൊതുജനങ്ങളെ അനുവദിച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, DIG ആർ ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ACP VK രാജു, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ വെടിക്കെട്ട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സുരക്ഷയൊരുക്കാൻ പൂരനഗരിയിലെ കൺട്രോൾ റൂമും മിനി കൺട്രോൾ റൂമും സജ്ജമായി. കൺട്രോൾ റൂമിൽ പൊതുജനങ്ങൾക്കുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് 0487 242 2003
8086100100 എന്നീ 2 ഫോൺ നമ്പറുകൾ നിലവിൽ വന്നു. പൂരദിവസം രാവിലെ 6 മണി മുതൽ നമ്പർ പ്രവർത്തിക്കും. 4 മിനി കൺട്രോൾ റൂമുകളും സജ്ജമാകുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി പൂരനഗരിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കാനുള്ള സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. പൂരനഗരിയിലേക്കുള്ള ഓരോ പ്രവേശന സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ ധരിപ്പിക്കുന്ന റിസ്റ്റ് ബാൻഡിൽ കുട്ടിയുടെ പേര്, രക്ഷിതാവിന്റെ ഫോൺ നമ്പർ എന്നിവയും എഴുതിയാണ് റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണുന്നതിനായി പൂരം കൺട്രോൾ റൂമിന് സമീപം പ്രത്യേക സ്ഥലവും സജ്ജമാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും 6-ാം തീയതി രാവിലെ 6 മണി മുതൽ 7-ാം തീയതി പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വരാജ് റൗണ്ടിൽ പൂരം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് റൗണ്ടിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. വർണ്ണക്കുടകളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് തൃശൂർ പൂരം ചമയ പ്രദർശനം തുടരുന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ച പാറമേക്കാവിന്റെ ചമയ പ്രദർശനം തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ് എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MR അഭിലാഷിനെയും പ്രമുഖ ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസിനെയും ചമയ പ്രദർശനത്തിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് നൽകുന്ന ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. ആനകൾ അണിയുന്ന കച്ചക്കയർ, കഴുത്തുമണി, പള്ളമണി തുടങ്ങിയവയ്ക്കൊപ്പം സ്വർണ്ണക്കുടകൾ, നെറ്റിപ്പട്ടം, ആലവട്ടം തുടങ്ങിയവയും ഏതാനും സ്പെഷ്യൽ കുടകളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് കൗസ്തുഭം ഹാളിൽ തുടക്കമായി. സ്വാമി സദ്ഭവാനന്ദ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സൈഫുദ്ദീൻ അൽ ഗാസിമി ഇമാം, കൽദായ സുറിയാനി മെത്രാപോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, പി ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, മുൻ മന്ത്രി VS സുനിൽകുമാർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. അഡ്വക്കേറ്റ് അഭിലാഷ്, ആനചികിത്സൻ ഡോക്ടർ PB ഗിരിദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2 നിലകളിലായാണ് ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുകൾ നിലയിൽ ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം, വലിയ മണികൾ, ചെറിയ മണികൾ, പള്ളമണി, കഴുത്തുമണി, കാൽമണി, കച്ചക്കയർ, കോലം, വർണ്ണാഭമായ കയറുകൾ തുടങ്ങിയവയും, താഴത്തെ നിലയിൽ പട്ടുകുടകളും കുടമാറ്റ സമയത്ത് ഉയർത്താനുള്ള രൂപങ്ങളുമാണ് അണിനിരത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. TCV തൃശൂർ. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. MR അജിത് കുമാറിനെ മന്ത്രി പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് ആക്ഷേപം. ADGP സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് ഫോണിൽ വിളിച്ചത്. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് DGPയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ മൊഴി നൽകി. പൂരം കലക്കലിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. വിഷയത്തിൽ ADGPയുടെ വിശദീകരണവും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കഴിഞ്ഞ വർഷം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന തന്റെ മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴി നൽകിയത്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയും നൽകിയിട്ടുള്ളതെന്നും അതിപ്പോൾ വിവാദമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു മൊഴി പുറത്തു വരേണ്ട സമയം ഏതാണ്, പുറത്തു കൊണ്ടുവരാൻ നിശ്ചയിക്കുന്ന സമയം ഏതാണെന്നൊക്കെ ഓരോരുത്തരും അജണ്ട തീരുമാനിക്കും. ഇപ്പോൾ വന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓരോ ചാനലുകളും പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചില്ലല്ലോ. രാവിലെ തൊട്ട് ഞാൻ ഘടകപുരങ്ങളിലേക്ക് പോയൊക്കെ അല്ല ആയിരുന്നത്. പിന്നെ മൊഴി കൊടുത്തത് എന്താണെന്ന് മൊഴി വായിച്ച് കേട്ട് ഒപ്പിട്ട് കൊടുത്ത ആൾക്കറിയാലോ. ആ മൊഴി കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് കാണും.
നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മൊഴി എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയാം. ഓരോ ചാനലുകളിലും ഓരോന്ന് എഴുതി കാണിച്ചു. എൻ്റെ മൊഴി ഏതാണെന്ന് മൊഴി ഏറ്റുവാങ്ങിയവർക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിയപ്പോൾ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ഏഷ്യാനെറ്റിന് ഇത് പിടിച്ച ആൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. തൃശ്ശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തവണ വിവാദങ്ങളൊന്നുമില്ലാതെ പൂരം നന്നായി നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണെന്നും പൂരം ഒരുമയോടെ നടക്കട്ടെയെന്നും വിവാദങ്ങളും പ്രശ്നങ്ങളും മാധ്യമങ്ങൾ ഉണ്ടാക്കരുതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഒരേ മനസ്സോടെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൾച്ചറൽ ഇവൻ്റ് എന്ന് പറയാവുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു ചേരുന്ന ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും നന്നായി നടക്കട്ടെ. ഐക്യബോധത്തോടെ, പാരസ്പര്യത്തോടെ, ഒരേ മനസ്സോടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിവാദങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കർശന സുരക്ഷയിൽ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നടന്നു. 5435 സെന്ററുകളിലായി നടന്ന പരീക്ഷയ്ക്ക് 22.7 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ജില്ലയിൽ 20ഓളം കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. ആമ്പല്ലൂർ പുതുക്കാട് ജംഗ്ഷനുകളിലും പാലിയേക്കര ടോൾ പ്ലാസയിലും ഞായറാഴ്ച വാഹനങ്ങളുടെ നിര 2.5 കിലോമീറ്റർ നീണ്ടു. അവധി ദിവസത്തിൽ തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്റെ വാഹന തിരക്കുകൂടിയായതോടെ ദേശീയപാത അക്ഷരാർത്ഥത്തിൽ ദുരിതപാതയായി മാറി. ആംബുലൻസുകളും അപകടത്തിൽപ്പെട്ടവരെ കൊണ്ട് യാത്ര ചെയ്യുന്ന വാഹനങ്ങളും ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു. ഉച്ച മുതൽ ആമ്പല്ലൂർ ജംഗ്ഷനിലും പുതുക്കാട് സെന്ററിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ആമ്പല്ലൂർ സിഗ്നലിൽ നിന്ന് ദേശീയപാതയിലും സർവീസ് റോഡിലും രൂപപ്പെട്ട വരി പുതുക്കാട് സെന്റർ വരെയും പുതുക്കാട്ടെ വരി നന്ദിക്കര വരെയും നീണ്ടു. ദേശീയപാതയിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ തിരക്കൊഴിവാക്കി വന്ന വാഹനങ്ങൾ കൊണ്ട് പ്രാദേശിക റോഡുകളും നിറഞ്ഞു. അടിപ്പാതയുടെ പണി പൂർത്തിയായി വരുന്ന ആമ്പല്ലൂരിൽ ആസൂത്രിതമായി ബദൽ സംവിധാനമൊരുക്കാൻ ഇപ്പോഴും അധികൃതർ തയ്യാറായിട്ടില്ല. ടോൾ പിരിവ് നിർത്തിവെച്ച് അടിപ്പാതയുടെ പണി പൂർത്തിയാക്കാൻ കളക്ടർ ഉത്തരവിറക്കിയെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. എന്നാൽ നിർമ്മാണ കമ്പനിയും NHAIയും ടോൾ പാസ അധികൃതരും ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടവിധം ഇടപെടുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പുതുക്കാട് ചെറുവാളിൽ ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവാൾ സ്വദേശി അയ്യഞ്ചിറ വീട്ടിൽ ശശിധരനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെന്മണിക്കര ചെറുവാൾ മുഴുത്തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ, കോവാത്ത് വീട്ടിൽ സുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ചെറുവാൾ ഗ്രൗണ്ടിൽ വെച്ച് ശശിധരനും അമലിന്റെ സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അമൽ പ്രശ്നത്തിൽ ഇടപെടുകയും പിടിച്ചു മാറ്റുകയും ചെയ്തു. ഇതിനിടെ പരിക്കേറ്റ ശശിധരൻ രാത്രി 10ഓടെ ഗ്രൗണ്ടിൽ വെച്ച് അമലിനെയും സുജിത്തിനെയും കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുതുക്കാട് SHO മഹേന്ദ്രസിംഹൻ, SIമാരായ N പ്രദീപ്, ലാലു, സുധീഷ്, ASI ജോബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നവീൻ കുമാർ, അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുത്തേറ്റ അമലും സുജിത്തും CPM പ്രവർത്തകരാണ്. സംഭവത്തിൽ CPM പ്രതിഷേധിച്ചു. മുരിയാട് അമ്പ് പ്രദക്ഷിണത്തിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് പാഞ്ഞു കയറി 14 പേർക്ക് പരിക്കേറ്റു. മുരിയാട് സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പ് പ്രദക്ഷിണം നടക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. വേഴേക്കാട്ട് സെന്ററിൽ നിന്നും പള്ളിയിലേക്ക് നടന്ന അമ്പ് പ്രദക്ഷിണത്തിനിടയിലേക്ക് മുരിയാട് സ്വദേശികളായ അഗസ്റ്റിൻ, അരുൺ എന്നീ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടം സംഭവിച്ചത്. പ്രദക്ഷിണത്തിന് എതിരെ വന്നിരുന്ന ബൈക്ക് ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബിനോയ്, ബാബു എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം സെക്രട്ടറിയായിരുന്ന ശ്രീനാരായണപുരം പൊരിബസാർ സ്വദേശി കാട്ടുപറമ്പിൽ ഷാനിറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്.
ശാന്തിപുരം പള്ളിനട സ്വദേശിയായ നിഹാൻ എന്നയാൾക്ക് KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് 19 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരിമരുന്ന് കേസിൽ പെടുത്തുന്നതിനും ഇയാൾ ശ്രമം നടത്തിയതായും പോലീസ് പറഞ്ഞു. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വീട് തകർന്നു വീണു. കടവിൽ കളങ്കര വീട്ടിൽ കുഞ്ഞുമോന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ച നിലയിലാണ്. അപകട സമയത്ത് കുഞ്ഞുമോൻ വീട്ടിലില്ലായിരുന്നു. തടിമിൽ തൊഴിലാളിയായ കുഞ്ഞുമോൻ തനിച്ചാണ് താമസം. തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ കോർപ്പറേഷൻ മേയറിട്ട മാല മാറ്റി പുതിയ മാലയിട്ട് യുവമോർച്ച പ്രവർത്തകർ. ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ കഴിഞ്ഞ ദിവസം മേയർ MK വർഗീസ് വടികൊണ്ട് മാലയിട്ടതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇതേ തുടർന്നാണ് യുവമോർച്ച പ്രവർത്തകർ പുതിയ പൂമാലയിട്ടത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിയ അനിൽ, നിമേഷ്, മണ്ഡലം സെക്രട്ടറി രതീഷ് കടവിൽ എന്നിവർ സംസാരിച്ചു. ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Co-sponsored by Jones Honda Cars, Scooters and Bikes, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരത്തിൽ ബ്രഹ്മസ്വം മഠത്തിനുള്ള സ്ഥാനം ചെറുതല്ല. തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത് മഠത്തിൽ നിന്നാണ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വടക്കുന്നാഥന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഈ ബ്രഹ്മസ്വം മഠത്തിനും ചില കഥകൾ പൂരത്തിനോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. പൂരത്തിൽ പങ്കാളിയല്ലെങ്കിലും പൂരങ്ങളുടെ പൂരത്തിൽ വേദിയും സാക്ഷിയമാകുന്നത് ഈ മഠങ്ങളാണ്. തൃശ്ശൂർ പൂരമായിട്ട് ഈ മഠത്തിന് വളരെയധികം ബന്ധമുണ്ട്. പടിഞ്ഞാറച്ചരയുടെ കിഴക്കേ ഭാഗത്ത് 4 മഠങ്ങളാണുള്ളത്. 4 സ്വാമിയാർ മഠങ്ങളായിരുന്നു. അതിൽ തെക്കേ മഠം, ഇടയിൽ മഠം, നടുവിൽ മഠം, വടക്കേ മഠം, അങ്ങനെ 4 മഠങ്ങളായിരുന്നു. 4 സ്വാമിയാർ മഠങ്ങളായിരുന്നു. അതിൽ വടക്കേ മഠം കാലക്രമത്തിൽ സ്വാമിയാരില്ലാതെ വേദപാഠശാലയായിട്ട് മാറി. ആ വേദപാഠശാലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നടുവിൽ മഠം, അവിടെ സ്വർണത്തിൻ്റെ കോലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കണമെന്ന് തിരുവമ്പാടി വിഭാഗത്തിന് ഒരാഗ്രഹം. തിരുവമ്പാടി അതിൻ്റെ അന്നത്തെ അധികൃതർ സ്വാമിയാരെ സമീപിച്ചു. ഞങ്ങൾക്ക് ഈ കോലം പൂരത്തിന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, നടുവിൽ മഠത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇറക്കി പൂജ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കോലം തരാം എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ നടുവിൽ മഠത്തിലേക്ക് പഴയ നടക്കാവിൽ കൂടെ തിരുവമ്പാടിയുടെ മേളത്തോടു കൂടി പഞ്ചവാദ്യത്തോടു കൂടി അവർ വന്ന് നടുവിൽ മഠത്തിൽ ഇറക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായത്. അത് കഴിഞ്ഞാൽ നടുവിൽ മഠത്തിൽ നിന്ന് ഈ നേരെ അത് ഇങ്ങോട്ട് വടക്കേ മഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വടക്കേ മഠത്തിൽ ഇവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് ഇതിൻ്റെ കാലത്തും വൈകുന്നേരവും കോലം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് കാലത്താണെങ്കിൽ ഒരു 8 മണിയോട് കൂടി അത് കോലം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് വേദഘോഷത്തോടു കൂടി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിക്കോട് കൂടി ഇത് പിന്നെ ഇവിടുന്ന് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ മഠത്തിലെ വരവ്, പ്രസിദ്ധമായിട്ടുള്ള മഠത്തിലെ വരവ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ആ സ്ഥലം. തൊട്ട് മുകളിലാണ് തൃപ്പാക്കൽ അമ്പലം. അതിൻ്റെ ആലിഞ്ചുവട്ടിലാണ് മഠത്തിലെ വരവ് എന്നുള്ള പഞ്ചവാദ്യം. പ്രസിദ്ധമായ മഠത്തിൽ വരവിന് തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളുന്നതിന് മുൻപായി ആറാട്ട് നടത്താനായി നടുവിൽ മഠത്തിലെ ഈ വഴിയാണ് കടന്നു പോവുക. ഈ വഴി കടന്ന് പ്രസിദ്ധമായ ചിറയിലെത്തി ആറാട്ട് നടത്തി തുടർന്ന് ബ്രഹ്മസ്വം മഠത്തിലെത്തി 1 മണിക്കൂറോളം വിശ്രമിച്ച ശേഷമാണ് 11 മണിയോടുകൂടി മഠത്തിൽ വരവിനായി പുറപ്പെടുക.
പൂരത്തിന് ഈ മഠങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മഠങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ പടിഞ്ഞാറെ ചിറയും. പടിഞ്ഞാറെ ചിറയുടെ നടുവിൽ മഠത്തിനോട് ചേർന്ന ആ ഒരു ഭാഗത്താണ് തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ പൂര ദിവസം ആറാട്ട് നടത്തുന്നത്. പ്രസിദ്ധമായ മഠത്തിൽ വരവിനായി നടുവിൽ മഠത്തിലെത്തുന്ന തിരുവമ്പാടി ഭഗവതി അവിടെ ഇറക്കി പൂജ കഴിഞ്ഞ് ആറാട്ട് നടത്തിയ ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബ്രഹ്മസം മഠത്തിന്റെ ഈ വഴികളിലൂടെയാണ് എഴുന്നള്ളത്തുമായി പൂര ദിവസം കൃത്യം 11 മണിക്ക് മഠത്തിൽ വരവിനായി പുറപ്പെടുക. ബ്രഹ്മസം മഠത്തെക്കുറിച്ച് പറയാതെ തൃശ്ശൂർ പൂരം പൂർണ്ണമാകില്ല. അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് ബ്രഹ്മസം മഠത്തിനും പൂരത്തിനും. എല്ലാ വർഷവും അതിൻ്റെതായ പാരമ്പര്യ തനിമയിൽ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഇന്നും തുടർന്നു പോരുന്നു. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ഇത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം പറയുന്ന AI ഫിലിം കൗതുക കാഴ്ചയായി മാറുകയാണ്. മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ ആദ്യത്തെ തൃശ്ശൂർ പൂരം? ആദ്യത്തെ തൃശ്ശൂർ പൂരോ? അതൊക്കെ കുറെ കൊല്ലം മുമ്പല്ലേ മോളെ. ഒരു 1796-98 സമയം. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രമറിയാം ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ. അന്ന് തൃശ്ശൂരിൽ നിന്നും കുറേ ദേശങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ പുറപ്പെട്ടു. പക്ഷേ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ഭയങ്കര മഴ കാരണം നമ്മുടെ തൃശ്ശൂർ ദേശക്കാർക്കാണെങ്കിലോ ആറാട്ടുപുഴയിലേക്ക് സമയത്തിന് എത്താനും പറ്റിയില്ല. അതുകൊണ്ട് അന്നത്തെ ആറാട്ടുപുഴ നാടുവാഴികള് തൃശ്ശൂർ ദേശങ്ങളെ പൂരത്തു നിന്ന് അങ്ങോട്ട് വിലക്കി. ഒരുപാട് ആശിച്ചു പോയ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം തൃശ്ശൂർക്കാർ ഓടി വന്ന് പറഞ്ഞത് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോടായിരുന്നു. മാജിക് ലാൻഡ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഗോകുൽ അമ്പാട്ടാണ് AI ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഈ രാമവർമ്മ തമ്പുരാനെ വേറൊരു പേരുകൂടിയുണ്ട്, ശക്തൻ തമ്പുരാൻ. ദേശക്കാരുടെ സങ്കടം കേട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു, സങ്കടപ്പെടാണ്ടിരിക്കുക, പൂരം ഇനി നമ്മൾ നടത്തും. ഈ ലോകം മുഴുവൻ പൂരം കാണാൻ ഇനി നമ്മുടെ മണ്ണിൽ വരും. സാരംഗ് സംഗീത എഡിറ്റിംഗും ഹർഷിത് ശ്രീധർ സംഗീതവും നിർവഹിച്ച AI ഫിലിമിന് ശബ്ദം നൽകിയിരിക്കുന്നത് ചലച്ചിത്ര താരം സുനിൽ സുഗതയാണ്. ആറാട്ടുപുഴ പൂരവും തൃശ്ശൂർ പൂരവുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടവർക്കും തിരിച്ചുവരവുണ്ടെന്ന് തെളിയിച്ച ഒരു ജനതയുടെ കഥയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം. അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ഒരു രാജാവിൻ്റെയും കഥ. നോർമലി കണ്ടുവരുന്ന ഡോക്യുമെൻ്ററീസ്, വീഡിയോസ്, അതിൽ നിന്ന് എന്ത് യുണീക്കായിട്ട് ചെയ്യാമെന്നുള്ളത് ആലോചിച്ചിട്ടുള്ള ടൈമിൽ അപ്പം നമ്മൾ ആ കേട്ടിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഒറിജിൻ വെച്ചിട്ടുള്ള ആ ഒരു കഥയും പിന്നെ ഇന്നത്തെ AI-യുടെ ഒരു എന്താ പറയുക ഇൻ്റലിജൻസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്തത്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പൂരത്തിന്റെ മേളപ്പെരുക്കങ്ങളിൽ അലിഞ്ഞ് പൂരം ആസ്വദിക്കുന്നവർക്കായി പൂരപ്രേമം എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു. ഹരിശ്രീ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയിരിക്കുന്ന മ്യൂസിക് ആൽബത്തിന്റെ രചനയും സംവിധാനവും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് തൃശൂർ സ്വദേശി ഹരി P. നായരാണ്. പൂരത്തിനെത്താൻ ഒരുങ്ങുന്നുണ്ടേ ചേലൊത്ത പെണ്ണൊരുത്തി എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ വരികൾ ആലപിച്ചിരിക്കുന്നത് ഗായകൻ സന്നിധാനന്ദനാണ്. ജോമിഷ് ജോണും റോണി മാക്സ് ഡേവിസും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്.
ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ-സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരം ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചയൊരുക്കും. 1.5 ലക്ഷത്തിലേറെ LED ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ 50ഓളം ഷാർപ്പികളും 20ഓളം LED ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാൻ ഉണ്ടാകുമെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ VL ഷാജു പറഞ്ഞു. 1.5 ലക്ഷത്തിൽ പരം LED ഫിക്സുകൾ കൊണ്ടാണ് ഇപ്രാവശ്യം ദീപാലങ്കാരം ഞങ്ങൾ ഒരുക്കുന്നത്. അതിൽ LED ബാർലൈറ്റുകൾ, ഷാർപ്പി, അതുപോലെ മറ്റ് വേറെ ലൈറ്റുകളും വെച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു ദൃശ്യവിഷയമായി മാറും. ഈ LED CJ ലൈറ്റാണ് ഇപ്രാവശ്യം ഈ എലിമിനേഷൻ ഞങ്ങളുടെ പാവട്ടിയിൽ ഒരുക്കുന്നത്. ദീപാലങ്കാര ജോയിന്റ് കൺവീനർ KL ഷാജി, ട്രഷറർ VA ഷാജി, ജോസി VJ, റാഫി CJ, ലിൻഡോ VO, പ്രിൻസ് CF, ആൽവിൻ AJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ദേവാലയ ദീപാലങ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവർട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഇത്തവണയും സ്പെഷ്യൽ എഫക്റ്റോടുകൂടി ദീപാലങ്കാരം ഒരുക്കുന്നത്. 1.5 മാസത്തിലേറെയായി 20ഓളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. 9-ന് രാത്രി 8-ന് പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 9, 10, 11 തീയതികളിലാണ് പ്രസിദ്ധമായ പാവർട്ടി തിരുനാൾ ആഘോഷിക്കുന്നത്. TCV ന്യൂസ്, പാവർട്ടി. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. കേന്ദ്രമന്ത്രിയെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് ഒലക്കെങ്കിൽ, വിൽസൺ നീലങ്കാവിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തീർത്ഥകേന്ദ്രത്തിൽ എത്തിയ സുരേഷ് ഗോപി വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വണങ്ങുകയും മെഴുകുതിരികൾ തെളിയിക്കുകയും ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, പ്രവീൺ പറങ്ങനാട്ട്, MR വിശ്വൻ, CM സെബാസ്റ്റ്യൻ, സൈമൺ പാലയൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ വളണ്ടിയർ സേനയ്ക്ക് പ്രത്യേക പരിശീലനം നൽകി. ഗുരുവായൂർ ACP TS സിനോജ് വളണ്ടിയർ സേന പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആവശ്യമായ പാർക്കിംഗ് ഏരിയകൾ പള്ളിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പള്ളിയിലേക്ക് വാദ്യവും മറ്റ് ചമയങ്ങളുമായി വരുന്ന ക്ലബ്ബുകളും സംഘടനകളും പള്ളിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും സ്റ്റേഷനിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുമാണ്. ട്രാഫിക് നിയന്ത്രണം കർശനമായി പാലിക്കണം. തിരുനാൾ ദിനങ്ങളിൽ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്കിംഗ് നിരോധിച്ചിട്ടുമുണ്ട്. പാവറട്ടി SIമാരായ TC അനുരാജ്, IB സജീവ്, P രാജു, മുല്ലശ്ശേരി ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ചന്ദ്രൻ, പാവറട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ B സജി, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ MF പ്രിൻസ്, ട്രസ്റ്റിമാരായ OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ബസവ ജയന്തി സംസ്ഥാന സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺഹാളിൽ നടന്ന സമ്മേളനം ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറിയും കർണാടക വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായ ഈശ്വർ ഖൻഡ്രെ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു K ശങ്കർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ PV സുരേഷ്, EV ജയൻ, EA രാജൻ, KV രാജേന്ദ്രൻ, TP കുഞ്ഞുമോൻ, CK സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബസവേശ്വര പ്രതിമ അനാച്ഛാദനവും ബസവഭൂഷൺ പുരസ്കാര സമർപ്പണവും നടന്നു. തിരൂർ പോട്ടൂർ വേലിക്കുട്ടി ഗേറ്റിന് സമീപം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 9,47,00,000 രൂപ റവന്യൂ വകുപ്പിനെ കെട്ടിവച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. നേരത്തെ പോട്ടൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് കിഫ്ബി മുഖേന സംസ്ഥാന സർക്കാർ 2.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പാരിസ്ഥിതിക ആഘാത പഠനവും സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള നടപടികളും നടന്നത്. മുളങ്ങുന്നുത്തുകാവ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ആട്ടൂർ ലെവൽ ക്രോസ് ഒഴിവാക്കിയാണ് 362 മീറ്റർ നീളത്തിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്.
തൃശൂർ ഷൊർണൂർ റൂട്ടിലെ കോലഴി സെന്ററിലെ ആൾമറയില്ലാത്ത കിണർ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡരികിലെ പൊതുകിണറിന്റെ ആൾമറ കഴിഞ്ഞ ദിവസം കാറിടിച്ച് തകർന്നിരുന്നു. ഏറ്റവും തിരക്കേറിയ റോഡിൽ കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്ന കിണർ അടിയന്തിരമായി ഭിത്തികെട്ടി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോലഴി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ വിസ്മയം തീർത്ത സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരം. ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരം ചമയ പ്രദർശനം. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് ആക്ഷേപം. കർശന സുരക്ഷയിൽ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നടന്നു. ജില്ലയിൽ പരീക്ഷ നടന്നത് 20ഓളം കേന്ദ്രങ്ങളിൽ. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം. ദേശീയപാതയിൽ 2.5 കിലോമീറ്റർ ഗതാഗത കുരുക്ക്. കണ്ണടച്ച് ദേശീയപാത അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.